എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എക്സാം ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നിപ്പോൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ചാപ്റ്റർ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ ചില കാര്യങ്ങൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. ചാപ്റ്റർ ഫുള്ളായിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഫുള്ളായിട്ട് പഠിക്കാതെ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതി ഉണ്ടാക്കിയിട്ട് അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് വിശദമായിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. വീഡിയോസൊക്കെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാമേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി സബ് ഷെൽസ് ആർ ഇൻ എം ഷെല്ല്? എം ഷെല്ലിൽ എത്ര സബ് ഷെൽ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എത്ര ഷെല്ലുകളാണുള്ളത്. കെ അല്ലേ, കെ എൽ എം എൻ അല്ലേ. എന്നിന്റെ വാല്യൂവിനനുസരിച്ചില്ല, എന്നിന്റെ വാല്യൂവിനനുസരിച്ച് N 1 ആവുകയാണെങ്കിൽ കെ ആണ്, 2 3 അല്ലേ. അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യും. എത്ര സബ് ഷെല്ലുണ്ട്? 4 സബ് ഷെല്ലുണ്ട് അല്ലേ. SPDF അല്ലേ, SPDF 4 സബ് ഷെല്ലാണുള്ളത്. ദെൻ കെ ഷെല്ലിലാവുകയാണെങ്കിൽ എത്ര സബ് ഷെല്ലാണ്? എസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇനി എല്ലിലാവുകയാണെങ്കിലോ എസും പിയും ഉണ്ട് അല്ലേ. ദെൻ എമ്മിലാവുകയാണെങ്കിൽ എസും പിയും ഡിയും ഉണ്ട്. ദെൻ എന്നിലാവുകയാണെന്നുണ്ടെങ്കിൽ എസ് പി ഡി എഫ്. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് നോക്കി കാണുക കേട്ടോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എം ഷെൽ ഉണ്ടല്ലേ. എം ഷെല്ലിൽ എത്ര സബ് ഷെൽ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എം ഷെൽ ഇതാണ് അല്ലേ. എം ഷെൽ ഇതാണ്. എം ഷെല്ലിൽ എത്ര സബ് ഷെല്ലുണ്ട്? എസ് പി ഡി വരെയാണുള്ളത്. അതായത് 3 സബ് ഷെല്ലാണുള്ളത്. അപ്പൊ എം ഷെല്ലിൽ എത്രയാണ്? 3 സബ് ഷെല്ലാണ് ഉള്ളത്. മനസ്സിലായല്ലോ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് ഈസ്, ദാ നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആർഗന്റെ ആണ് 3d1 4s2. ഇറ്റ്സ് ആറ്റോമിക് നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആർഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോബിൾ ഗ്യാസ് ആണ് അല്ലേ. നോബിൾ ഗ്യാസിനെ നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ആർഗന്റെ കേസിൽ വരുമ്പോൾ ആറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? ആർഗന്റെ 18 ആണ് വരുന്നത് അല്ലേ. 18 വരും. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ ആ രീതിയിൽ എഴുതും. അതിന് പകരമായിട്ട് നമ്മളിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിലും എഴുതാറുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ ആർഗൺ എത്ര എണ്ണം ഉണ്ട്? 18 വരും. പിന്നെ ബാക്കി എത്രയുണ്ട്? ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പം 3 എണ്ണം. അപ്പൊ 18 + 3 പറയുമ്പോൾ എത്രയാണ്? 21. അപ്പോൾ ഈ ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ മൂലകത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21 ആണ്. 21. അപ്പൊ ഇത് മനസ്സിലാക്കട്ടെ. ആർഗന്റെ അറിഞ്ഞിരിക്കണം. ആർഗന്റെ എത്രയാണ്? 18 ആണ് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ തേർഡ് വൺ. എന്താണ് തേർഡ് വൺ? ആറ്റോമിക് നമ്പർ ഓഫ് ക്രോമിയം ഈസ് 24. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. ഗീവ് റീസൺ ഫോർ ദിസ് പെക്യുലിയർ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്രോമിയത്തിന്റെ ആറ്റോമിക് നമ്പർ 24 ആണ്. ദെൻ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ക്രോമിയത്തിനും കോപ്പറിനും ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ക്രോമിയം കോപ്പറും ഒരു പ്രത്യേക രീതിയിലാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് എഴുതുന്നത്? നമുക്ക് ക്രോമിയത്തിന്റെ ആറ്റോമിക് നമ്പർ 24 ആണ് വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1s2 2s2 പിന്നെ എന്ത് വരും? 2p6 വരും. ദെൻ 3s2 വരും. പിന്നെ അതാണ് 3p6 വരും ഇല്ലേ. 3p6 വരും. പിന്നെ നമ്മൾ നോർമലി എഴുതുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടെ 3d5 എഴുതും. ദെൻ 4s1 എഴുതും. അതിന് കാരണം എന്താണ്? നമുക്കറിയാം ഹാഫിൽ ഡി സബ്ഷെൽ എങ്ങനെയാണ്? ഹാഫിൽ അല്ലെങ്കിൽ ഫുൾ ഫില്ലായിട്ടിരിക്കുമ്പോഴാണ് അതിന് കൂടുതൽ സ്റ്റെബിലിറ്റി വരുന്നത് അല്ലേ. കൂടുതൽ സ്ഥിരത ലഭിക്കുന്ന എപ്പോഴാണ്? അത് ഹാഫ് ഫിൽഡ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫുൾ ഫിൽഡ് ആയിരിക്കും. അതായത് D10 വരുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ D5 വരുമ്പോഴോ ആയിരിക്കും അതിന് കൂടുതൽ എന്താണ് സ്റ്റെബിലിറ്റി കിട്ടുന്നത് അല്ലെ. സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ എന്താണ്? സ്ഥിരത കിട്ടുന്നത് ഈ ഒരു സ്റ്റേറ്റിൽ വരുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മളിങ്ങനെ എഴുതി. ഇപ്പൊ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആർഗന്റെ കേസ് എഴുതാം. ഇതവിടെ നോക്കിയ 2 4 10 12 6 18. ഇതാ ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ 18 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർഗന്റെ കേസിൽ നമുക്കിത് ഇങ്ങനെ എഴുതാം കേട്ടോ. ഇങ്ങനെയാണ് 3d5 4s1 ഇങ്ങനെയും എഴുതാം. മനസ്സിലായല്ലോ. ഈ സവിശേഷ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ കാരണം എന്താണ്? കാരണം നമ്മൾ പറഞ്ഞു ഇല്ലേ, ഹാഫ് ഫിൽഡ് ആയിരിക്കുമ്പോഴാണ് അതിന് ഗ്രേറ്റ് സ്റ്റെബിലിറ്റി വരുന്നത്. അപ്പൊ റീസൺ എഴുതണം കേട്ടോ. ഹാഫ് ഫിൽഡ് D subshell is greater stability. അങ്ങനെ എഴുതുക കേട്ടോ.
ഇതവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ഹാഫ് ഫിൽഡ് ഡി സബ്ഷെൽ ഈസ് ഗ്രേറ്റർ സ്റ്റെബിലിറ്റി, അതാണ് റീസൺ. ഡി സബ്ഷെല്ല് പകുതി നിറഞ്ഞ അവസ്ഥയിലാണ് സ്ഥിരത കൂടുതൽ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതുന്നത്. അടുത്ത നോക്കാം, ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് എന്ന് പറഞ്ഞ ഒരു എലമെന്റിന് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ രീതിയിൽ എഴുതി, ആർഗന്റെ കേട്ടോ, ആ ഒരു കേസിൽ എഴുതി, അതായത് നോബൽ ഗ്യാസിന്റെ പ്രതീകം വെച്ച് എഴുതിയിരിക്കുകയാണ്. ടു വിച്ച് ബ്ലോക്ക് ഡസ് ദിസ് എലമെന്റ് ബിലോങ്? ഈ മൂലകം ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പം ഈ മൂലകം ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്? നമ്മൾ ബ്ലോക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് പഠിച്ചായിരുന്നു. എങ്ങനെയാണ് ഓർക്കുന്നുണ്ടോ? നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിച്ചത് ഇതിൽ സബ്ഷെൽ ടു വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്ത്, ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ ആഡ് ചെയ്ത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത്, ഇല്ലേ? അപ്പൊ ആ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ലാസ്റ്റ് സബ്ഷെൽ അല്ലേ, ലാസ്റ്റ് സബ്ഷെൽ ഇതാ നോക്കിയേ, 4s1 ആണ് വന്നത് അല്ലേ? അപ്പൊ ഏതാണ് ഇവിടുത്തെ ലാസ്റ്റ് സബ്ഷെൽ നോക്കിയേ? എസ് സബ്ഷെല്ലല്ലേ വന്നു. അപ്പൊ ഏത് ബ്ലോക്കിലാണ് വരുന്നത്? എസ് ബ്ലോക്കിലാണ് വരുന്നത്, എസ് ബ്ലോക്ക് അല്ലേ, എസ് ബ്ലോക്കിലാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കിയേ, ഹിയർ ഇലക്ട്രോൺ ഫില്ലിംഗ് ടേക്സ് പ്ലേസ് ഇൻ ദ ഫോർത്ത് ഷെൽ വിത്തൗട്ട് കംപ്ലീറ്റിംഗ് തേർഡ് ഷെൽ. വൈ? ഇവിടെ മൂന്നാം ഷെൽ നിറയാതെ നാലാം ഷെല്ലിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നു. അതിന് കാരണം എന്താണ്? മൂന്നാമത്തെ ഷെല്ല് നിറയാതെ തന്നെ നാലാമത്തെ ഷെല്ലിലേക്ക് നമ്മൾ ഇലക്ട്രോണിന്റെ ഫില്ല് ചെയ്യുന്നുണ്ട്. 4s1. ഇതിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത് നോക്കിയത്? 18 വരും. ആർഗൺ 18, പിന്നെ എത്രയാണ്? 19 ആറ്റോമിക് നമ്പർ വരുന്നത്, ഇല്ലേ? അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുവാണെങ്കിൽ ഏത് രീതിയിലാണ് എഴുതുന്നത്? ഇവിടെ ആർഗന്റെ വരെ എഴുതിയിട്ടുണ്ട് 4s1, അതായത് ആർഗന്റെ വരെ വരുമ്പോൾ ഏതാണ് വരുന്നത്? നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. നമ്മൾ നോർമൽ രീതി എഴുതുവാണെന്നുണ്ടെങ്കിൽ 1s2, 2s2, 2p6, 3s2, 3p6 ഇത്ര എന്ത് വരും? ആർഗൺ വരും, ഇല്ലേ? അത് കഴിഞ്ഞിട്ട് 4s1 അല്ലേ, 4s1 ആണ് നമ്മൾ വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നാലാം ഷെല്ല് ഇലക്ട്രോൺ പൂരണം നടക്കുക. മൂന്നാമത്തെ ഷെല്ല് 3D ഉണ്ട് അല്ലേ, 3D അതിൽ ഫില്ലാകാതെ നാലാമത്തിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റീസൺ എന്താണ്? 4s എങ്ങനെയാണ്? എനർജി കുറവാണ്, ഇല്ലേ? 4sന് ഡീനേക്കാളും എനർജി അതായത് കുറവായത് കൊണ്ടാണ്, ഇല്ല. ദ എനർജി ഓഫ് 4s ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് 3D എന്ന് പറയാം. നമ്മൾ എനർജിയുടെ കേസൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പഠിച്ചായിരുന്നു. അപ്പം നമ്മൾ കണ്ടായിരുന്നു 4sന് എങ്ങനെയാണ് എനർജി കുറവാണ്, 3Dനേക്കാളും എനർജി കുറവാണ്. അതുകൊണ്ടാണ് നാലാം ഷെല്ലിൽ ഇലക്ട്രോൺ പൂർണ്ണം ഇവിടെ നടത്തിയത്. മനസ്സിലായല്ലോ? ദ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എസ് ബ്ലോക്ക് ആണ്. എനർജി ഓഫ് 4s ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് 3D. 3Dയേക്കാളും ഊർജ്ജം കുറവ് ഏതിനാണ്? 4s സബ് ഷെല്ലിനാണ്. അതുകൊണ്ടാണ് 4sൽ നമ്മൾ ഇലക്ട്രോൺ അവിടെ ഫില്ല് ചെയ്യുന്നത്. The next question നോക്കാം, 5th one ആണ്. നോക്കിയേ, an atom has 3 shells. Its last 3 electrons go to p subshell. എന്താണ്? ഒരാറ്റത്തിന് 3 ഷെല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അവസാന 3 ഇലക്ട്രോണുകൾ നിറയുന്നത് p സബ്ഷെല്ലിലാണ്. മനസ്സിലാവും? ഒരാറ്റമാണ്, അതിന് 3 ഷെല്ലുണ്ട്, മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ അവസാനത്തെ 3 ഇലക്ട്രോണുകൾ നിറയുന്നത് p സബ്ഷെല്ലിലുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. അതായത് ഈ മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നമുക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് ഒന്ന് മാറ്റി എഴുതി വെക്കാം, റഫായിട്ടൊന്ന് എഴുതി വെക്കാം കേട്ടോ. ആറ്റത്തിന് 3 ഷെല്ലാന്നാ പറഞ്ഞിരിക്കുന്നത്. 3 ഷെൽ എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ എത്രയാണ്? 3 ആണ് അല്ലേ? എന്നിന്റെ വാല്യൂ 3 ആണ് വരുന്നത്, ഇല്ലേ? അതുകൊണ്ട് തന്നെ പീരീഡ് നമുക്ക് എഴുതാമല്ലോ. ഏത് പീരീഡിലായിരിക്കും ഇത് വരുന്നത്? മൂന്നാമത്തെ പീരീഡ് ആയിരിക്കും അല്ലേ? സബ്ഷെൽ ഹയസ്റ്റ് ഷെൽ നമ്പർ വരുന്നതാണല്ലോ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ പീരീഡിലാണ് വരുന്നത്. ഇനി എന്താണ് പറയുന്നത്? ഇറ്റ്സ് ലാസ്റ്റ് 3 ഇലക്ട്രോൺ ഗോസ് ടു പി സബ്ഷെല്ലിൽ നിന്ന്. ലാസ്റ്റത്തെ 3 ഇലക്ട്രോൺ എങ്ങോട്ടാണ് വരുന്നത്? പി സബ്ഷെല്ലിലേക്കാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. പി സബ്ഷെൽ. അപ്പം പി സബ്ഷെൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പീരീഡ് 3 ആണ് വരുന്നത്. അപ്പൊ ലാസ്റ്റത്തെ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 3p ഇല്ലേ? ലാസ്റ്റത്തെ 3 ഇലക്ട്രോൺ ഇവിടെ ഫില്ല് ചെയ്തു 3p3 എന്ന് വരും. മനസ്സിലായല്ലോ? ലാസ്റ്റ് കേസ് വരുന്നത് 3p3 ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാവണമെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഏത് രീതിയിൽ എഴുതാൻ സാധിക്കും? ലാസ്റ്റ് വരുന്നത് 3p3 ആണ്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 3 ആണ് വരുന്നത്, അല്ലേ? പീരീഡ് എന്നിന്റെ വാല്യൂ 3 ആണ്. ലാസ്റ്റ് മൂന്നാമത്തെ ഷെല്ലാന്ന് പറഞ്ഞുകൊണ്ട് പീരീഡ് 3 ആണ് വരുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? 3 ഇലക്ട്രോൺ പി സബ്ഷെല്ലിലും വരുന്നുണ്ട്. അപ്പൊ 3 ഇലക്ട്രോൺ പി സബ്ഷെല്ലിലും വരുന്നുണ്ട്. അതത്ര എഴുതി. അപ്പൊ ലാസ്റ്റ് വരുന്നത് 3p3 ആണ്. അപ്പൊ നമ്മൾ എഴുതുവാണെങ്കിൽ എങ്ങനെ വരും?
അപ്പൊ ലാസ്റ്റ് വരുന്നത് 3p3 ആന്ന് പറഞ്ഞല്ലോ, ലാസ്റ്റ് വരുന്നത് 3p3 ആന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എഴുതാം 1s2 then 2s2, പിന്നെ ഏതാണ് അടുത്ത് വരുന്നത് 2p6 ആണല്ലേ, 2p6 വരും. then അടുത്തത് വരും 3s2 വരും ഇല്ലേ, 3s2 വരും. പിന്നെ 2p6 കഴിഞ്ഞാൽ അടുത്ത് വരുന്ന 3s2 അല്ലേ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഇത് ആദ്യത്തെ ഷെല്ല് കഴിഞ്ഞു, ഇത് രണ്ടാമത്തെ ഷെല്ല് കഴിഞ്ഞു, മൂന്നാമത്തെ ഷെല്ലാണ് ഇത് വരുന്നത്. മൂന്നാമത്തെ ഷെല്ലിൽ പി സബ് ഷെല്ലിലാണ് ലാസ്റ്റ് മൂന്നാമത്തെ ഇലക്ട്രോൺ വരുന്നതെന്ന് പറഞ്ഞു. അപ്പം മൂന്നാമത്തെ ഷെല്ല് വരുമ്പം 3s2 കഴിഞ്ഞു, 3p3 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ നമ്മുടെ ഹിന്റ് ഉണ്ടല്ലോ, ആ ഹിന്റ് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ എഴുതുന്നത് കേട്ടോ. അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ ഒരു രീതിയിൽ എഴുതാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഇനി ഇവിടെ നോക്കിയേ, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ദിസ് എലമെന്റ്? ഈ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്നാണ് ചോദിച്ചത്. ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? ഇത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? നമ്മൾ ഗ്രൂപ്പും പീരീഡും ഒക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചതല്ലേ. ഏത് ഗ്രൂപ്പിലായിരിക്കും ഇത് വരുന്നത്, അല്ലെങ്കിൽ ഏത് ബ്ലോക്ക് ആയിരിക്കും ഇത്? ഏത് ബ്ലോക്കാണ് വരുന്നത്? ലാസ്റ്റ് വരുന്നതല്ലേ. ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പീരീഡ് മൂന്നാന്ന് കണ്ടു, ബ്ലോക്ക് നമുക്ക് കണ്ടുപിടിക്കാം. ബ്ലോക്ക് ഏതാണ്? പി ബ്ലോക്കിലാണ് വരുന്നത് ഇല്ലേ, ലാസ്റ്റ് വന്ന് പി ബ്ലോക്കിലാണ്. അപ്പൊ നമുക്ക് പി ബ്ലോക്കിലാകുമ്പോൾ നമുക്കറിയാം ഏതാണ് വരുന്നത്. 12 കഴിഞ്ഞതിന് ശേഷം 13 ഇല്ലേ, 13 തൊട്ട് 18 വരെയാണ് പി ബ്ലോക്കിൽ വരുന്നത് ഇല്ലേ. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് ഏതായിരിക്കും വരുന്നത്? ഏതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 12 ശേഷമല്ലേ ലാസ്റ്റ്. പി ഗ്രൂപ്പിലാകുമ്പോൾ 12 കൊടുത്ത് ലാസ്റ്റ് ഇത് ആഡ് ചെയ്ത് വെച്ചാൽ മതി. അതായത് 12 + 3 15 ഇത് ഗ്രൂപ്പ് വരുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിന്റെ കൂട്ടത്തിൽ ഈ പീരീഡും ബ്ലോക്കും ഒക്കെ ചോദിക്കുവാണെങ്കിൽ അതും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലാസ്റ്റത്തെ കണ്ടുപിടിച്ച ബാഹ്യതമ ഷെല്ല് എന്ന് പറയുമ്പോൾ 3 അല്ലേ, 3 ആണ് വരുന്നത്. അപ്പം ഇവിടുത്തെ എത്രയാണ്? 3 × 2 5. അപ്പൊ ബാഹ്യതമ ഷെല്ലിൽ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണ് വരുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത സി എന്താണ്? റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് കമ്മിങ് ജസ്റ്റ് എബോവ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. അതായത് ഈ മൂലകത്തിന്റെ അതേ ഗ്രൂപ്പിൽ തൊട്ട് മുകളിൽ വരുന്ന മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഈ മൂലകത്തിന്റെ അതേ ഗ്രൂപ്പ്, ഇത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? 15 ഇല്ലേ, 15ാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം അതേ ഗ്രൂപ്പിൽ തൊട്ട് മുകളിൽ വരണം. തൊട്ട് മുകളിൽ വരുമ്പോൾ ആലോചിച്ച് 15ാമത്തെ ഗ്രൂപ്പാണ്. 15ാമത്തെ ഗ്രൂപ്പ് സപ്പോസ് ഇവിടെയാന്ന് വിചാരിച്ചു, ഈ എലമെന്റ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ആണ്, അവിടെയാന്ന് വിചാരിച്ചു. അതിന്റെ തൊട്ട് മുകളിൽ നിന്ന് വരുമ്പോൾ എന്തായിട്ട് മാറും? പീരീഡ് മാറുമല്ലോ. ഇതിപ്പോ എത്രാമത്തെ പീരീഡാണ്? 3ാമത്തെ പീരീഡാണ്. തൊട്ട് മുകളിൽ വരുന്ന ഒരു മൂലകം എന്ന് പറയുമ്പോൾ പീരീഡ് മാറും. അതായത് അതിന്റെ പീരീഡ് 2 ആയി. മനസ്സിലാവുന്നുണ്ട്? അതിന്റെ പീരീഡ് 2 ആവുകയാണ്. അപ്പൊ അങ്ങനെ ആവുകയാണെങ്കിൽ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാന്നാണ് പറയുന്നത്. പീരീഡ് 2 ആകണം. പീരീഡ് 2 ആയിട്ടുള്ള ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം. അപ്പം പീരീഡ് 2 ആവണമെന്നുണ്ടെങ്കിൽ ഓർക്കോട്ടോ, പീരീഡ് 2 ആവണമെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് ഷെൽ എത്രയായിരിക്കും അവിടെ വരുന്നത്? 2 തന്നെയായിരിക്കും വരണ്ടേ. ഹയസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? 1s2 ഇല്ലേ, ഷെല്ല് 2 വരണം. അപ്പം 2s2 വരാം. പിന്നെ ഇത് വരാം 2p3 ഇല്ലേ, 2p3യും വരാം. മനസ്സിലായല്ലോ? 2p3 വരാം. കാരണം എന്താ? 15ാമത്തെ ഗ്രൂപ്പിൽ വരണം ഇല്ല. 15ാമത്തെ ഗ്രൂപ്പിൽ വരണമെങ്കിൽ 2p3 ആണ് ഇവിടെ വരേണ്ടത്. 12, 3, 15 വരണമെന്നുണ്ടെങ്കിൽ 2p3 വരും. അപ്പം ഇതിന്റെ ഇപ്പം നമ്മൾ ആദ്യത്തെ എലമെന്റ് ഇതായിരുന്നു. അതിന്റെ തൊട്ട് മുകളിൽ നിന്ന് വരുമ്പോൾ പീരീഡ് 2 ആയി. അപ്പൊ പീരീഡ് 2 ആണെന്നുണ്ടെങ്കിൽ ഇതാ നോക്കിയ ഷെല്ല് അല്ലേ, ഹയസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 വരണം. ഈ രീതിയിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. മനസ്സിലായല്ലോ? അപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. നിങ്ങൾ ആദ്യമേ നമ്മൾ തന്നിരിക്കുന്ന കാര്യത്തിൽ നിന്ന് പീരീഡും ബ്ലോക്കും ഗ്രൂപ്പും ഒക്കെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഐഡിയ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും കേട്ടോ. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കാണുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6th one ആണ്. ഓക്കെ, ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എ ഫ്യൂ എലമെന്റ്സ് ആർ റിട്ടൺ ഓൺ ദ ബേസിസ് ഓഫ് നോബിൾ ഗ്യാസ്. എന്താണ്? ഏതാനും മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഉത്കൃഷ്ടവാതകത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്നു. റൈറ്റ് ദ കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതാ നോക്കിയേ, നമുക്കറിയാം നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കുക. നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഹീലിയം വരും ഇല്ലേ. ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ് വരുന്നത്. പിന്നെ ഏതാണ്? നിയോൺ ആണ് വരുന്നത്. നിയോണിന്റെ എത്രയാണ്? 10 ആണ് വരുന്നത്. പിന്നെ ഏതാണ്? ആർഗൺ 18. നമ്മൾ ഇത്രയാണ് പഠിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ വേറെ തന്നിട്ടുണ്ട്, ക്രിപ്റ്റോൺ തന്നിട്ടുണ്ട് കേട്ടോ. ക്രിപ്റ്റോൺ ഒരു നോബിൾ ഗ്യാസ് ആണ്. അതിന്റെ ആറ്റോമിക് നമ്പർ വരുന്നത് 36 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓരോന്നിന്റെയും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ നമുക്ക് ഓരോന്നിന്റെ എഴുതാം കേട്ടോ. ആദ്യത്തേത് പറഞ്ഞിരിക്കുന്ന ഇതാണ് കേട്ടോ, നിയോൺ. നിയോണും ഇതാ 3s2 3p6 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? നിയോൺ എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മൾ പറഞ്ഞു 10 വരുന്നത്, ആറ്റോമിക് നമ്പർ 10 പറഞ്ഞു. അപ്പം 1s2 2s2 പിന്നെ ഇത് വരും 2p6 10 2 4 6 4 10. പിന്നെ ബാക്കിയുള്ള എഴുതുക 3s2 3p6. മനസ്സിലായല്ലോ? ബാക്കിയുള്ള എഴുതി. ഇനി രണ്ടാമത്തെ ഏതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഹീലിയത്താണ് അല്ലേ, ഹീലിയം പിന്നെ 2s1 ഇങ്ങനെയാണ് പറയുന്നത്. ഹീലിയത്തിന് നമുക്കറിയാം എത്രയാണ്? 2 ആണ് അല്ലേ, 2 ആണ് വരുന്നത് ആറ്റോമിക് നമ്പർ. അപ്പം 1s2 പിന്നെ 2s1. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ തന്നിരിക്കുന്നത് ആർഗണിന്റെ ബേസിലാണ് കേട്ടോ. ആർഗൺ ഇങ്ങനെയാണ് 3d2 4s2 3d2 4s2 ഈ രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആർഗണിന്റെ എത്രയാണ് വരുന്നത് ഞാൻ പറഞ്ഞില്ല, അത് കൃത്യമായിട്ട് ഓർത്തോണം കേട്ടോ. ഹീലിയം 2 ആണ്, ദെൻ നിയോൺ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ 10 ആണ് വരുന്നത്. ആർഗൺ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ 18 വരും. അപ്പൊ 18 വരെയുള്ള എഴുതുക 1s2 2s2 2p6 അല്ലേ. ഇപ്പൊ എത്രയാ? 10 ഇനി ഏതാണ് അടുത്ത മൂന്നാമത്തെ ഷെൽ വരും 3s2 3p6 10 10 12 ആണ് 18 ഇവിടം വരെയായി കേട്ടോ. ആർഗണിന്റെ കേസ് ഇത്രവായി. പിന്നെ അടുത്ത കൊടുത്തിരിക്കുന്ന എഴുതുക കേട്ടോ, 3d2 4s2. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. നാലാമത്തെ ക്രിപ്റ്റോൺ ആണ് കേട്ടോ. ക്രിപ്റ്റോണും 5s2 എന്നാണ് പറയുന്നത്. ക്രിപ്റ്റോണിന്റെ കേസിൽ വരുമ്പോൾ ഓർത്തോണം, അതങ്ങനെ ചോദിക്കാൻ വലിയ ചാൻസ് ഇല്ല, എങ്കിലും മനസ്സിലാക്കിയിരിക്കും കേട്ടോ. 36 ആണ് കേട്ടോ വരുന്നത്. ക്രിപ്റ്റോണിന്റെ 36 ആണ് വരുന്നത്. അപ്പൊ 36 വരെയുള്ള നമ്മൾ എഴുതണം. അപ്പൊ എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6 18 ആയി അല്ലേ, 3p6 ആയി. പിന്നെ അടുത്ത 3d വരും. 3dയിൽ 10 വരെ വരും. ദെൻ 18 10 28 ആയി അല്ലേ, 28. പിന്നെ എന്താ പറയുക, അടുത്ത 4s വരും അല്ലേ, 28 2 30 ആയി, 30. പിന്നെ 4p വരും കേട്ടോ, 30 6 36 ഇത്രയും വരും. പിന്നെ 5s2. ഇങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. മനസ്സിലായല്ലോ? ഇനി എന്താണ് അടുത്ത ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ സിംബൽസ് ഓഫ് ദീസ് എലമെന്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പീരിയോഡിക് ടേബിൾ. ഓരോന്നിന്റെ സിമ്പൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പീരിയോഡിക് ടേബിളിന്റെ നമ്മൾ ബേസ് ചെയ്ത് ഓരോന്നിന്റെ സിമ്പൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, എന്തേ നോക്കിയേ, സിമ്പൽ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കണം. ഇവിടെ എത്രയാണ് ആറ്റോമിക് നമ്പർ വരുന്നത്? ഇവിടെ നിയോണിന്റെ കേസ് വരുമ്പോൾ 10 വരും ഇല്ലേ, 10 12 12 6 18. ഇവിടെ ആറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? 18 ആണ് വരുന്നത് അല്ലേ. അപ്പൊ 18 ആറ്റോമിക് നമ്പർ വരുന്ന ഏതാണ് നമുക്കറിയാം, ആർഗൺ അല്ലേ. 18 ആറ്റോമിക് നമ്പർ വരുന്നത് ആർഗൺ ആണ്. then ഇവിടെ നോക്കിയേ, ഹീലിയം ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 3 ആണ് വരുന്നത് അല്ലേ. ആറ്റോമിക് നമ്പർ 3 വരും. ആറ്റോമിക് നമ്പർ 3 വരുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 3 വരും. അതായത് ആറ്റോമിക് നമ്പർ 3 വരുന്നത് ഏതാണ്? ലിഥിയമാണ് കേട്ടോ, ലിഥിയം. മനസ്സിലായല്ലോ? ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 18 ആർഗണിന്റെ കേസിൽ വരുമ്പോൾ 18 വരും. 18 20 22 22 ഇല്ലേ, 22 ആണ് ഇലക്ട്രോണിന്റെ എണ്ണം വരുന്നത്. അതായത് ആറ്റോമിക് നമ്പർ 22 വരുന്ന ഏതാണ് ഓർക്കുന്നുണ്ടോ? നമ്മൾ ടൈറ്റാനിയം കേട്ടോ. ടൈറ്റാനിയം ആണ് ആറ്റോമിക് നമ്പർ 22 വരുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ഇവിടെ 36 ക്രിപ്റ്റോൺ വരുമ്പോൾ 36 വരും. 36 2 38 ആണ് അല്ലേ. ഇലക്ട്രോൺ എണ്ണം 38 ആണ്. ആറ്റോമിക് നമ്പർ 38 വരുന്നത്. ആറ്റോമിക് നമ്പർ 38 വരുന്നത് സ്ട്രോൺഷ്യം ആണ് കേട്ടോ. സ്ട്രോൺഷ്യം 38 കേട്ടോ. അത് നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത്. കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ കുറെ 30 എണ്ണത്തിന് വരെയൊക്കെ ഏകദേശമൊക്കെ പഠിച്ചതാണല്ലോ. അപ്പൊ അതൊന്ന് ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് കിട്ടിക്കോളും കേട്ടോ. അപ്പം എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? എലമെന്റ് ഏത് എലമെന്റ് ആണ്? അപ്പൊ ആർഗൺ ഉണ്ട്, ലിഥിയം ഉണ്ട്, ടൈറ്റാനിയം, പിന്നെ അതുപോലെ തന്നെ സ്ട്രോൺഷ്യം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The last electron of an atom is added to 3D subshell. There are several electrons in this subshell. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരാറ്റത്തിൽ അവസാന ഇലക്ട്രോൺ നിറയുന്നത് 3D സബ്ഷെല്ലിലാണ്. ഈ സബ്ഷെല്ലിൽ 7 ഇലക്ട്രോണുകളുണ്ട്. ഹിന്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെ കണ്ടുപിടിക്കണം? വാട്ട് ഈസ് ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണം, കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം, ടു വിസ് ബ്ലോക്ക് എഴുതണം, പീരീഡ് കണ്ടുപിടിക്കണം, ഗ്രൂപ്പ്. ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹിന്റ് ഏതാണ്? ലാസ്റ്റ് അല്ലേ, ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തിരിക്കുന്നത് 3D സബ്ഷെല്ലിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്രയാണ്? ആ സബ്ഷെല്ലിൽ 7 ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 3D സബ്ഷെല്ലിലാണ്. 3D സബ്ഷെല്ലിലാണ്. അവിടെ എത്രയാണ്? 7 ഇലക്ട്രോൺ ഉണ്ട്. മനസ്സിലായല്ലോ? ക്ലിയർ ആക്കുക കേട്ടോ. ലാസ്റ്റത്തെ 3D സബ്ഷെല്ലാണ് 7 ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? നമുക്കറിയാം ഈ 3D സബ്ഷെല്ലിൽ ഫില്ല് ചെയ്യുന്ന എങ്ങനെയാണ്? ഫോറസിൽ ഫില്ല് ചെയ്തതിന് ശേഷമല്ലേ 3Dയിലേക്ക് വരുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, ഫോറസിൽ ഫില്ല് ചെയ്തതിന് ശേഷമാണ് അല്ലേ. ഫോറസിലാണ് എനർജി കുറവ് ഇല്ലേ, ഡിയില് എനർജി കൂടുതലായതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫോറസിൽ ഫില്ല് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അടുത്ത് അല്ലെ, ഫോറസിൽ ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ എങ്ങോട്ട് വരുന്നത്? ഡിയിലേക്ക് 3Dയിലേക്ക് വരുന്നത് ഇല്ലേ. അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറത്ത് ഫോറസും കൂടെ വരുവല്ലേ അല്ലേ. അപ്പം ഒരെണ്ണം കൂടെ വരും, അതായത് 4s2 കൂടെ ഇവിടെ വരും. മനസ്സിലായല്ലോ? അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഇതാ നോക്കിയാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ ഇവിടെ അങ്ങ് എഴുതാം കേട്ടോ. ലാസ്റ്റ് വരുന്നത് 3D7ഉം 4s2 ആണ് വരുന്നത്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ ആദ്യം അങ്ങ് എഴുതുവാണ്. അപ്പം 1s2, then 2s2, then 2p6 അല്ലേ. നമ്മൾ ആ ഓർഡർ ഫസ്റ്റ് ഷെല്ല് കഴിഞ്ഞു, സെക്കൻഡ് ഷെല്ല്, ഇനി മൂന്നാമത്തെ ഷെല്ല് 3s2, then 3p6, then 3d7 അല്ലേ. പിന്നെ 4sൽ ഫില്ല് ചെയ്തിട്ടാണ് 3Dയിലേക്ക് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാ നോക്കി, ഇങ്ങനെയാണ് നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ ബി പാർട്ട് ഇവിടെ ആൻസർ ചെയ്തു കേട്ടോ. വാട്ട് ഈസ് ഇറ്റ്സ് ആറ്റോമിക് നമ്പർ? ആറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? ഇലക്ട്രോൺസ് ആഡ് ചെയ്താൽ പോരെ? എത്ര വരും? ദാ ഇവിടം വരെ വരുമ്പം 10, ഇവിടെ 10ആയി, 12, 18 അല്ലേ, 12, 20, 27, 27 ഇല്ലേ. അപ്പം ആറ്റോമിക് നമ്പർ എത്രയാണ്? 27. മനസ്സിലായല്ലോ? ഇതെങ്ങനെ എഴുതിയെന്ന്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയത് ക്ലിയർ ആയല്ലോ? ലാസ്റ്റ് വരുന്ന 3D ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൈൻഡിൽ അറിഞ്ഞിരിക്കണം, എന്താണ് കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഫോറസിൽ ഫില്ല് ചെയ്തതിന് ശേഷമാണ് 3Dയിലേക്ക് വരുന്നത്. അപ്പം 3D കഴിഞ്ഞിട്ട് 4sഉം കൂടെ അവിടെ ഉണ്ടായിരിക്കും, അത് 4s2 അവിടെ ഉണ്ടായിരിക്കും. ആ ഒരു ഐഡിയ അറിഞ്ഞിരിക്കണം. ഇനി ടു വിച്ച് ബ്ലോക്ക് ഡസ് ഇറ്റ് ബിലോങ്സ്? ഏത് ബ്ലോക്കിലാണ് വരുന്നതെന്നാണ് ചോദിച്ചത്. ഡി ഉണ്ടല്ലോ, അപ്പൊ ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്ക് ആണ് അല്ലേ, ഡി ബ്ലോക്കിലാണ് വരുന്നത്. ഇനി ഫൈൻഡ് ഇറ്റ്സ് പീരിയഡ് നമ്പർ. പീരിയഡ് നമ്പർ കണ്ടുപിടിക്കണം. പീരിയഡ് നമ്പർ എങ്ങനെയാണ്? ഹയസ്റ്റ് ഷെൽ നമ്പർ അല്ലേ, ഹയസ്റ്റ് ഷെൽ നമ്പർ ഏതാണ്? 4 ആണ് വരുന്നത് അല്ലേ. അപ്പം പീരിയഡ് 4 ആണ്. വാട്ട് ഈസ് ദിസ് ഗ്രൂപ്പ് നമ്പർ? ഗ്രൂപ്പ് നമ്പർ നോക്കിയേ, ഡി ബ്ലോക്ക് ആണ് വരുന്നത്. ബ്ലോക്ക് ഏതാണ്? ഡി ആണ് വരുന്നത്. ഡി ബ്ലോക്കിൽ എങ്ങനെയാണ് നമ്മൾ പീരിയഡ് നമ്പർ കണ്ടുപിടിക്കുന്നത്? കണ്ടല്ലോ എങ്ങനെയാണ് ഡി ബ്ലോക്കിൽ? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ 3D ആൻഡ് 4s സബ്ഷെൽ അല്ലെ. 3D ആൻഡ് 4s സബ്ഷെല്ലിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ, അത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പൊ ഗ്രൂപ്പ് നമ്പർ എത്ര വരും? 3Dയിലെ 4sലെ അല്ലെ ഇലക്ട്രോൺസിന്റെ ടോട്ടൽ നമ്പർ എടുക്കുക. അപ്പം 7ഉം 2ഉം 9. മനസ്സിലായോ? ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലാണ് വരുന്നത് മനസ്സിലായോ? അപ്പൊ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചിരിക്കണം. ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരീഡ്, പിന്നെ ഇങ്ങനെ ഹിന്റ് തന്നിരിക്കും. ആ ഹിന്റിൽ നിന്ന് വേണം നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം എഴുതാൻ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമേ. വിച്ച് സബ്ഷെൽ ഈസ് റെപ്രസെന്റഡ് ബൈ ഈച്ച് പെയർ ഓഫ് ദി ക്വാണ്ടം നമ്പർ വാല്യൂസ് ഗിവൺ ബിലോ? ചുവടെ നൽകിയിരിക്കുന്ന ഓരോ ജോഡി ക്വാണ്ടം നമ്പർ വിലകളും ഏത് സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇല്ലേ. എന്നിന്റെ വാല്യൂ ഇല്ലേ, എന്നിന്റെ വാല്യൂ നമുക്കറിയാം. എന്നിന്റെ വാല്യൂ 1, 2, 3, 4 ഇല്ലേ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഓരോ കറസ്പോണ്ടിങ് ഷെല്ലും അറിയാലോ. KL, MN ഷെല്ലാന്ന് അറിയാം. അതുപോലെ തന്നെ സബ് ഷെല്ലും അറിയാലോ ഏതൊക്കെയാണ് വരുന്നുള്ളത്. സബ് ഷെല്ല് ഇവിടെ S ആണ്, ഇവിടെ Sഉം Pയും വരും, ഇവിടെ SPDയും വരും, ഇവിടെ ഏതാണ് SPDFും വരും. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലിന്റെ വാല്യൂ ഇല്ലേ, എല്ലിന്റെ വാല്യൂ എങ്ങനെയാണ് വരുന്നത്? ഓർക്കുന്നുണ്ടല്ലോ, എന്നിന്റെ വാല്യൂവിനനുസരിച്ചിട്ട് എല്ലിന്റെ വാല്യൂ വേരി ചെയ്യുന്നുണ്ട്. അതായത് SPDF വരുമ്പോൾ എല്ലിന്റെ വാല്യൂ എങ്ങനെയാണ്? എല്ലിന്റെ വാല്യൂ എസ്സിൽ 0 ആണ്, പിയിൽ എങ്ങനെയാണ് വരുന്നത്? 1 ആണ്, ഡിയിൽ 2 ആണ്, എഫിൽ 3 ആണ് വരുന്നത്. മനസ്സിലായി? അപ്പൊ ബേസിക് ആയിട്ട് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ ആദ്യം എന്താണ് ചോദിച്ചിരുന്നത്? N is equal to 1 ഇല്ലേ, N is equal to 1 ആണ് വരുന്നത്. എല്ലിന്റെ വാല്യൂ 0, എല്ലിന്റെ വാല്യൂ 0 വരുമ്പോൾ ഏതാണ്? S സബ്ഷെല്ലാണ് വരുന്നില്ല. അപ്പൊ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1s ഇല്ലേ, 1s എന്നാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി N is equal to 2 വരിക. N is equal to 2 വന്നു, എല്ലിന്റെ വാല്യൂ 1ഉം വന്നു അല്ലേ. എല്ലിന്റെ വാല്യൂ 1 വരുമ്പോൾ P സബ്ഷെല്ലാണ് വരുന്നത് അല്ലേ. അപ്പൊ ഏതാണ്? 2p. ഇതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 2p എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം അത്യാവശ്യം എന്താ ഈ ഒരു കാര്യം നിങ്ങൾ സൈഡിൽ എഴുതി വെച്ചാണ് കൂടെ SPDF. അപ്പം അങ്ങനെയാവുകയാണെങ്കിൽ എല്ലിന്റെ വാല്യൂ എസ്സിൽ 0 ആണ്, പിയിൽ 1 ആണ് വരുന്നത്, ഡിയിൽ 2 വരും, എഫിൽ 3 ആണ് വരുന്നത്. ആ ഒരു ഐഡിയ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക.
9ാമത്തെ ക്വസ്റ്റ്യൻ, എ ഫ്യൂ സബ്ഷെൽസ് ആർ ഗിവൺ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എൻ ആൻഡ് എൽ. നമ്മൾ മുമ്പേ കണ്ടതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. സബ്ഷെല്ല് തന്നിട്ടുണ്ട്, വാല്യൂ ഓഫ് എൻ ആൻഡ് എൽ, എന്നിന്റെയും എല്ലിന്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എ എന്ന് പറഞ്ഞിരിക്കുന്നത് 2s ആണ് അല്ലേ. 2s ആകുമ്പം n നമുക്ക് കാണാതെ തന്നെ എഴുതാം. 2s ആകുമ്പം എന്നിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ് വരുന്നത് അല്ലേ. നമുക്ക് ഒന്നും നോക്കാതെ 2 എന്ന് എഴുതാം. ഇനി എല്ലിന്റെ വാല്യൂ എത്ര വരും? എസ്സിലാണ് വരുന്നത് അല്ലേ. എല്ലിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. നമ്മൾ മുമ്പ് എഴുതിയില്ലായിരുന്നോ? SPDF, എല്ലിന്റെ വാല്യൂ 0 1 2 3 എന്നാണ് വരുന്നത്. സൈഡിൽ എഴുതി വെക്കുക കേട്ടോ, എന്നിട്ട് എഴുതുക. എന്നിന്റെ വാല്യൂ 2 വരും. 2sലാകുമ്പോൾ എന്നിന്റെ വാല്യൂ 2 വരും. എല്ലിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 0 വരും. ഇനി അടുത്ത് രണ്ടാമത്തെ നോക്കിയേ, 4p. എന്നിന്റെ വാല്യൂ എത്രയാണ്? 4 ആണ് വരുന്നത് അല്ലേ. എല്ലിന്റെ വാല്യൂയോ? P ആകുമ്പം 1 ആണ്. എല്ലിന്റെ വാല്യൂ 1 ആണ് വരുന്നത്. ഇനി അടുത്തത് നോക്കിയേ, 3d ആകുമ്പം എന്നിന്റെ വാല്യൂ 3 ഇല്ലേ. 3 ആണ് വരുന്നത്. എല്ലിന്റെ വാല്യൂയോ? 2 വരും ഇല്ലേ. എല്ലിന്റെ വാല്യൂ 2 വരും. ഇനി അടുത്ത ഏതാണ്? 5f എന്ന് പറയുമ്പം എന്നിന്റെ വാല്യൂ 5 വരും. ദെൻ എല്ലിന്റെ വാല്യൂ എത്ര വരും? എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് എഫിലാകുമ്പം 3 ആണ് അല്ലേ. അപ്പം ഇതാണ് വരുന്നത്. ഇത് തിരിച്ചും മറിച്ചും ചോദിക്കാം കേട്ടോ. എന്നിന്റെ എല്ലിന്റെ വാല്യൂ തന്നിട്ട് സബ്ഷെല്ല് എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ സബ്ഷെല്ല് തന്നിട്ട് വാല്യൂ ഓഫ് എൻ ആൻഡ് എല്ലും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് ഈ ഒരു ഇത് വെച്ചിട്ട് ഇതുണ്ടല്ലോ, ഈ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതി വെച്ചാൽ സൈഡിലൊന്ന് എഴുതി വെച്ച് വെക്കുന്നത്, അതനുസരിച്ചിട്ട് ഒന്ന് എഴുതുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 10ാമത്തെ ക്വസ്റ്റ്യൻ. The subshell electron configuration of certain elements are given. Write the short form of each using the symbol of corresponding inert gas. ഏതാനും മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു. ഇവ ഉത്കൃഷ്ടവാതകത്തിന്റെ പ്രതീകം ഉപയോഗിച്ച് ചുരുക്കി എഴുതാനാണ്. നോബിൾ ഗ്യാസിന്റെ കേട്ടോ പ്രതീകം ഉപയോഗിച്ചിട്ട് ചുരുക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എന്താണ് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു. അതായത് നോബിൾ ഗ്യാസിനെ അറിഞ്ഞിരിക്കണം, ഹീലിയത്തിന്റെ 2 ആണ് ആറ്റോമിക് നമ്പർ വരുന്നത്. ദെൻ പിന്നെ ഏതാണ്? നിയോൺ എത്രയാണ്? 10 വരും. ദെൻ ആർഗൺ കേട്ടോ. ഇത് 3 കൃത്യമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ക്രിപ്റ്റോൺ നമ്മൾ കണ്ടായിരുന്നു, ക്രിപ്റ്റോൺ ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇത് 3 കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ആർഗണിന്റെ 18 വരും. ക്ലിയർ ആയല്ലോ. അപ്പം ഇവിടെ നോക്കിയേ, നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഹീലിയം 2 ആണ്. ഇതാ ഇവിടെ 1s2 ഉണ്ട് അല്ലേ. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ സാധിക്കും? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഹീലിയത്തിന്റെ ബേസ് എഴുതാലോ. ഹീലിയം സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. പിന്നെ ബാക്കിയുള്ളത് 2s2 2p4 അതേപടി ബാക്കിയുള്ള എഴുതിയേക്ക്. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ കേസിൽ നോക്കിയതാ 1s2 2s2 2p6 വരെ വന്നു കേട്ടോ. 2p6 വരെ വന്നു. ഇനി ഇതൊന്ന് നോക്കണം, ആറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത് നോക്കണം കേട്ടോ. ആറ്റോമിക് നമ്പർ 10ൽ താഴെയാണെങ്കിൽ നമ്മൾ ഹീലിയം ഉപയോഗിക്കുക കേട്ടോ. അവിടെ നോക്കി, ഈ ഒരു കേസിൽ വരുവാണെങ്കിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആറ്റോമിക് നമ്പർ നോക്കുക. ഇത് 10 വരും, 12 12 5 17 വരും. 17 വരുമ്പോൾ ആർഗൺ വരികയില്ല, അപ്പം നിയോൺ വരത്തുള്ളൂ. അപ്പൊ 10 വരെ വരുന്നുണ്ടല്ലോ. 10ൽ താഴെയാണെങ്കിൽ ഹീലിയം വരും, 18 താഴെയാണെന്നുണ്ടെങ്കിൽ നിയോൺ വരും. അപ്പൊ ഇവിടെ വരുന്നത് 18 താഴെയല്ല, അപ്പം നമുക്ക് നിയോൺ. അപ്പൊ ഇത്രയും വരുന്നത് നിയോൺ ആണ്. ഇതാ ഇവിടെ നോക്കുക കേട്ടോ, നിയോൺ എഴുതി. ബാക്കി 3s2 3p5 എന്ന് എഴുതി. മനസ്സിലായല്ലോ. ഇനി അടുത്ത് നോക്കി, ഇതിന്റെ നിങ്ങൾ നോക്കുക, ആറ്റോമിക് നമ്പർ എത്രയാ നോക്കുക കേട്ടോ. ഇവിടെ വരുമ്പോൾ 10 വരും, ദെൻ 12 18 12 19 വരും ഇല്ലേ. അപ്പൊ 19 എന്ന് പറയുമ്പോൾ ആർഗണിന്റെ കേസ്. അപ്പൊ ഇത്രയും വരും ഇല്ലേ. ഇവിടം വരെ നമുക്ക് എന്തെടുക്കാം? ആർഗണിന്റെ ബേസിൽ എഴുതാം അല്ലേ. 19 വന്നില്ലേ. അപ്പം ആർഗണിനേക്കാളും കൂടുതലാണ്. അപ്പൊ ഇത്രയും ആർഗൺ എഴുതി. ദെൻ 4s1 ബാക്കിയുള്ളത് 4s1. മനസ്സിലായല്ലോ. ഇതിന്റെ നോക്കിയേ, ഇതിന്റെ ഇവിടെ വരെ വരുമ്പോൾ അതാ നോക്കി, ഇവിടം വരെ വരുമ്പോൾ ആർഗൺ വരും. അതായത് 18 18 2 20 25 വരുന്നുണ്ട്. മനസ്സിലായല്ലോ. മറ്റേത് ക്രിപ്റ്റോൺ 36 അപ്പൊ അത്രയും വരുന്നില്ല. അപ്പം ഇതും ആർഗണിന്റെ ബേസിൽ എഴുതാം. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ 18 വരെ നമുക്ക് ആർഗണിന്റെ ബേസിൽ എഴുതാം. ആർഗൺ പിന്നെ ബാക്കിയുള്ള ഇത്, അതായത് 3d5ഉം 4s2 3d5. നോബിൾ ഗ്യാസിന്റെ ബേസിൽ ഇത്. അപ്പൊ നോബിൾ ഗ്യാസിന് നിങ്ങൾ ഈ 3 കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, അതിന്റെ ആറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കുക കേട്ടോ. അത് വെച്ചിട്ട് നിങ്ങൾ എഴുതുക ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. മനസ്സിലായല്ലോ. അപ്പൊ തൽക്കാലം ഞാൻ ഇത്ര ഒരു 10 ക്വസ്റ്റ്യൻസുകളാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്ത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് എല്ലാം കേട്ടോ. എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹിന്റുകൾ തന്നിട്ട് കണ്ടല്ലേ, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലേ, ഹിന്റുകൾ തന്നിട്ടാണ് അവധി നമ്മൾ എഴുതുന്നത്. അപ്പം കാര്യം കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക, എഴുതുക കേട്ടോ. പിന്നെ പീരീഡും ഗ്രൂപ്പും ഒക്കെ കാണാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് ബ്ലോക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തതാണ്. പീരീഡ് ആണെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് ഷെൽ നമ്പർ ആണ്.
ഇനി ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരുവാണെന്നുണ്ടെങ്കിൽ എസ് അല്ലേ, എസ് ബ്ലോക്ക് ആയിരിക്കും വരുന്നത്, എസ് ബ്ലോക്കിലേ ആയിരിക്കും വരുന്നത്. പി ബ്ലോക്കിലെ ആണെന്നുണ്ടെങ്കിൽ 12 കൂടി നമ്മൾ ലാസ്റ്റത്തെ സബ് ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ നമ്പർ ആഡ് ചെയ്യുക. ഡി ബ്ലോക്ക് ആവുകയാണെങ്കിൽ 3Dയിലെയും 4Sലെയും സബ് ഷെല്ലുണ്ടല്ലോ അതിലെ ഇലക്ട്രോൺസ് ആഡ് ചെയ്താൽ നമുക്ക് ഡി ബ്ലോക്ക് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഇങ്ങനെ ഒരു ഷോർട്ടായിട്ടൊക്കെ എഴുതി വെക്കുക കേട്ടോ, എന്നിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ തുടങ്ങാവുള്ളൂ കേട്ടോ. അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ എല്ലാവരും പഠിക്കുക, എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഒന്നുകൂടെ വീഡിയോ കൃത്യമായിട്ട് കാണുക. കാണുന്നതിന് മുന്നേ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ ഉള്ളൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഇനിയും ഉണ്ട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അതൊരു പ്രാക്ടീസ് ആകത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇനിയും ക്വസ്റ്റ്യൻസുകളുണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട് ഈ ഒരു ചാപ്റ്റർ. അപ്പം മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്